പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ജൂൺ മാസം 4-ാം തീയതി ബുധനാഴ്ച. എന്നോടൊപ്പം വചനം ശ്രവിക്കുവാനും വായിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനുമായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് വിശ്വാസത്തോടുകൂടി നിയോഗങ്ങൾ സമർപ്പിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം. പാവനാത്മാവേ വരൂ, ദിവ്യദാനങ്ങൾ തരൂ, ഞങ്ങളിൽ വാഴാൻ വരൂ, നന്മകൾ തൂകാൻ വരൂ. പാവനാത്മാവേ വരൂ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കൂടുതൽ തീക്ഷ്ണമായി പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുവാനായി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. സങ്കീർത്തനം 59:9. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങയ്ക്ക് സ്തുതി പാടും. ദൈവമേ, അങ്ങൻ്റെ കോട്ടയാണ്. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങയ്ക്ക് സ്തുതി പാടും. അങ്ങൻ്റെ കോട്ടയാണ്. സങ്കീർത്തനങ്ങൾ 59:9. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 17-ാം തിരുവചനം വരെ മാത്രമേ നമുക്ക് ഇന്നലെ വായിച്ച് സാധിച്ചുള്ളൂ. ഇന്ന് അതിൻ്റെ തുടർച്ച നമ്മൾ കേൾക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്നും ജനങ്ങളെ കഷ്ടിച്ച് അവർ ഇപ്രകാരം പറഞ്ഞു: തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്നും ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. അന്ത്യോക്യയിൽ അടുത്ത ദിവസം ബാർണബാസുമൊത്ത് അവൻ ദെർബോയിലേക്ക് പോയി. ആ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യന്മാരാക്കി. അനന്തരം അവർ ലിസ്ത്രായിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. പിന്നീടവർ പിസീദിയയിലൂടെ കടന്ന് പാംഫീലിയയിലെത്തി. പെർഗായിൽ വചനം പ്രസംഗിച്ചതിന് ശേഷം അവർ അത്താലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിൽ ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വച്ചാണല്ലോ. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നുകൊടുത്തുവെന്നും വിശദീകരിച്ചു. പിന്നീട് കുറേ കാലത്തേക്ക് അവർ ശിഷ്യരോടുകൂടെ അവിടെ താമസിച്ചു. അധ്യായം 15. ജെറുസലേം സുനഹദോസ്. യൂദയായിൽ നിന്നും ചിലർ അവിടെ വന്ന് മോശയുടെ നിയമമനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു. പൗലോസും ബാർണബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തന്മൂലം ജെറുസലേമിൽ ചെന്ന് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബാർണബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു. സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ച അവർ വിജാതിയരുടെ മാനസാന്തരത്തെ വിവരിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഫിനീഷ്യ, സമരിയ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. സമരിയാക്കാർ സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുണ്ടായി. ജെറുസലേമിലെത്തിയപ്പോൾ സഭയും അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു. ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു. എന്നാൽ ഫരിസേയരുടെ ഗണത്തിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു. അവരെ പരിച്ഛേദനം ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുക ആവശ്യമാണ്. ഇക്കാര്യം പരിഗണിക്കാൻ അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ച് കൂടി